ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഫെബ്രുവരി 27. ഒരു ആവശ്യം കാണുക. വിധവമാർ എല്ലാവരും കരഞ്ഞും കൊണ്ടും തബീത തങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ടും അവൻ്റെ ചുറ്റും നിന്നു. പ്രവർത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 39-ാം വാക്യം. എൻ്റെ പിതാവിൻ്റെ അവസാന ദിവസങ്ങളിൽ ഒരു നഴ്സ് ഞങ്ങളുടെ മുറിയിൽ വന്ന് അദ്ദേഹത്തിൻ്റെ മുഖം ഷേവ് ചെയ്യണോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് റേസർ മെല്ലെ ചലിപ്പിച്ചപ്പോൾ റേച്ചൽ വിശദീകരിച്ചു, അദ്ദേഹത്തിൻ്റെ പ്രായത്തിലുള്ള മുതിർന്ന പുരുഷന്മാരെല്ലാം ദിവസവും വൃത്തിയായി ഷേവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. റേച്ചൽ ഒരു ആവശ്യം കാണുകയും മറ്റുള്ളവരോട് ദയയും മാന്യതയും ആദരവും കാണിക്കാനുള്ള അവളുടെ സഹജാവബോധത്തിന് അനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്തു. അവൾ നൽകിയ ആർദ്രമായ പരിചരണം എൻ്റെ സുഹൃത്തായ ജൂലിയെ ഓർക്കാനിടയാക്കി. അവൾ ഇപ്പോഴും അവളുടെ പ്രായമായ അമ്മയുടെ നഖങ്ങൾ മിനുക്കിയെടുക്കുന്നു, കാരണം സുന്ദരിയായി കാണപ്പെടുന്നത് അമ്മയ്ക്ക് പ്രധാനമാണ്. ദരിദ്രർക്ക് കൈകൊണ്ട് വസ്ത്രങ്ങൾ നിർമ്മിച്ചു നൽകി ദയ കാണിച്ച തബീത എന്ന് അറിയപ്പെടുന്ന ഡോർക്കസിനെ പറ്റി പ്രവർത്തികൾ 9 നമ്മോട് പറയുന്നു. അവൾ മരിച്ചപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ ഇഷ്ടപ്പെടുന്ന ദയയുള്ള അവളുടെ മുറി കണ്ണീരോടെ വിലപിച്ച സുഹൃത്തുക്കളാൽ നിറഞ്ഞു. എന്നാൽ ഡോർക്കസിന്റെ കഥ അവിടെ അവസാനിച്ചില്ല. അവളുടെ മൃതദേഹം കിടക്കുന്നിടത്തേക്ക് പത്രോസിനെ കൊണ്ടുവന്നപ്പോൾ പത്രോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ശക്തിയിൽ പത്രോസ് അവളെ പേര് ചൊല്ലി വിളിച്ചു, തബീത എഴുന്നേൽക്കൂ. അതിശയകരമെന്ന് പറയട്ടെ, ഡോർക്കസ് അവളുടെ കണ്ണുകൾ തുറന്ന് കാലൂന്നി എഴുന്നേറ്റു. അവൾ ജീവൻ പ്രാപിച്ചു എന്ന് അവളുടെ സുഹൃത്തുക്കൾ മനസ്സിലാക്കിയപ്പോൾ പട്ടണത്തിൽ പെട്ടെന്ന് വാർത്ത പരക്കുകയും അനേകം ആളുകൾ കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്തു. അവളുടെ ജീവിതത്തിൻ്റെ അടുത്ത ദിവസം ഡോർക്കസ് എങ്ങനെ ചെലവഴിച്ചിരിക്കാം? ഒരു പക്ഷേ അവൾ മുമ്പത്തെ പോലെ തന്നെ ആളുകളുടെ ആവശ്യങ്ങൾ കാണുകയും അവയെ നിറവേറ്റുകയും ചെയ്തു. ചിന്തിക്കുക, മറ്റുള്ളവരെ സഹായിക്കാനുള്ള വഴികൾ എപ്പോഴും കണ്ടെത്തുന്ന ആരെയെങ്കിലും നിങ്ങൾക്ക് അറിയാമോ? മറ്റുള്ളവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുവാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദൈവത്തിന് മഹത്വം.